സോ 2026 UPSC പ്രിലിംസ് എഴുതാൻ പോകുന്നതിന് മുമ്പ് മസ്റ്റ് ആയിട്ട് ഈ ടോപ്പിക് റിവിഷൻ ചെയ്യാൻ വിട്ടുപോകരുത്. സോ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയി വരുന്നത് കംബോഡിയ തായ്ലാൻഡ് കോൺഫ്ലിക്റ്റിലെ പ്രേ വിഹാർ ടെമ്പിൾ ആണ്. ഈ പ്രേ വിഹാർ ടെമ്പിൾ ബിൽഡ് ചെയ്യുന്നത് കീമർ കിങ്ഡത്തിലുള്ള സൂര്യവർമ്മൻ 1 and 2 ചേർന്നിട്ടാണ്. അതേപോലെ തന്നെ ഇത് ഒറിജിനലി ഡെഡിക്കേറ്റഡ് ടു ഒരു ശിവ ടെമ്പിൾ ആണെന്നുള്ള ഒരു ഓർത്ത് വെക്കുക. ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ബേസിക്കലി ഡെങ്റിക് മൗണ്ടന്റെ മുകളിലാണ്. അതേപോലെ തന്നെ 2008 ഈ മൗണ്ടന് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റും കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ കോൺഫ്ലിക്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് കൺട്രീസും ഇത് ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിലും 1962 ICJ ഇത് കംബോഡിയക്ക് ഫേവർ ആയിട്ട് വിധി കൊടുത്തെങ്കിലും തായ്ലാന്റ് ഈ വിധി ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. സോ കോൺഫ്ലിക്റ്റ് ആർ ഗോയിങ് ഓൺ. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടെമ്പിൾ ഇസ് മുവാൻതോം ടെമ്പിൾ ആണ്. ഇതും കീമർ കിങ്ഡത്തിന്റെ ആണെങ്കിലും ബിൽഡ് ചെയ്യുന്ന രാജാവ് ജയവർമ്മൻ ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. ബോർഡർ ടെമ്പിൾ ആണ്, കോൺഫ്ലിക്റ്റ് റീജിയൻ ആണ്, ഒറിജിനലി ഡെഡിക്കേറ്റഡ് ടു ശിവ. നൗ ഇറ്റ്സ് അണ്ടർ ദി മഹായാന ബുദ്ധിസം. അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് റീജിയൻ അല്ല എന്നുണ്ടെങ്കിലും എന്തായാലും ഓർത്ത് വെക്കേണ്ട ടെമ്പിൾ ആണ് അങ്കൂർ വാട്ട് ടെമ്പിൾ. വേൾഡ് ലാർജസ്റ്റ് റിലീജിയസ് മോണമെന്റ് ആണ്. ഇത് ബിൽഡ് ചെയ്യുന്ന സൂര്യവർമ്മൻ 2 ആണ്, ഒറിജിനലി ഡെഡിക്കേറ്റഡ് ടു വിഷ്ണു, ബട്ട് നൗ ഈസ് അണ്ടർ ദി ബുദ്ധിസ്റ്റ് കൺട്രോൾ. അതുപോലെ കംബോഡിയയിൽ എന്തായാലും നോക്കി വെക്കേണ്ട ഒരു ലേക്ക് ആണ് ടോൺലി സാപ്പ് ലേക്ക്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡ്രൈ സീസണിൽ ഇത് മെക്കോങ് റിവറിലേക്ക് ഒഴുകുമെങ്കിലും ഇതിനകത്ത് മൺസൂൺ സീസൺ ആവുന്ന സമയത്ത് റിവർ റിവേഴ്സിലായിട്ട് തിരിച്ച് ഈ ലേക്കിലേക്ക് ഒഴുകി വരും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ഹാർട്ട് ബീറ്റ് എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. സോ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കുക. സോ ഇത്രയും ടോപ്പിക്കുകൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, വിട്ടുപോകരുത്. ഹാപ്പി ലേണിംഗ്.